എവിടെയെങ്കിലും കുറവുകളോ തെറ്റുകളോ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ തടസ്സമായി ഏതെങ്കിലും അകൃത്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തോട് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്ത എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായമാണ്. ദൈവിക പ്രവചനങ്ങൾ കൊണ്ടും വാഗ്ദത്തങ്ങൾ കൊണ്ടും ഒക്കെ കർത്താവിൻ്റെ 2-ാം വരവിനെ ഊട്ടി ഉറപ്പിക്കുന്ന വേദഭാഗമാണ് വെളിപ്പാട് പുസ്തകം. അതിൽ 8-ാം അധ്യായം തന്നെ ഒത്തിരി പ്രാധാന്യതകൾ നിറഞ്ഞിരിക്കുന്ന അധ്യായമാണ്. എല്ലാ ഭാഗവും നമുക്ക് ഇന്ന് ചിന്തിപ്പാൻ കഴിയത്തില്ലല്ലോ. 4-5 വാക്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെ വായിക്കുന്നു: ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാപ്തിയോടുകൂടി ദൂതൻ്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്തു, യാഗപീഠത്തിലെ കനൽ നിറച്ചു, ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 5-ാം അധ്യായം അതിൻ്റെ 6 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ധൂപകലശം എന്ന് പറയുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ നിഴലായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ അതേ ഭാഗം നമ്മളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതൻ്റെ കയ്യിലും ദൈവസന്നിധിയിലേക്ക് കയറി. ധൂപകലശം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലേക്ക് കയറി. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് പ്രാഗൽഭ്യമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുവാനായിട്ട് കഴിയും. വിശുദ്ധന് പറയുവാൻ കഴിയും, അല്ലെങ്കിൽ ഒരു വിശുദ്ധയ്ക്ക് പറയുവാൻ കഴിയും. സങ്കീർത്തനത്തിൽ 66-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ: ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നുവെന്ന് സങ്കീർത്തന പുസ്തകം വായിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പാപസംബന്ധമായ ഒരുത്തൻ ജീവിക്കുന്നവന് ദൈവസന്നിധി പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിലവിളിപ്പാൻ കഴിയത്തില്ല. എന്നാൽ വിശുദ്ധൻ്റെ പ്രാർത്ഥന എപ്പോഴും അവൻ്റെ 4 ചുവരുകൾക്ക് ഉള്ളിൽ മാത്രം ഒതുങ്ങാതെ, അല്ലെങ്കിൽ അവൻ്റെ കെട്ടിടത്തിൻ്റെ റൂഫിൽ മാത്രം ഒതുങ്ങാതെ അതിന് മുകളിലേക്ക് കയറി ദൈവസന്നിധിയിൽ ചെന്നെത്തി മറുപടികളെ പ്രാപിക്കുന്ന പ്രാർത്ഥനകളാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. ഇന്ന് പകൽ നമുക്ക് ആ പ്രാഗൽഭ്യം ഉണ്ടാകട്ടെ. എൻ്റെ പ്രാർത്ഥന, ഞാൻ വിശുദ്ധനാണ്, ഞാൻ ദൈവസന്നിധിയിൽ നീതിമാനാണ്, ഞാൻ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെയാണ് ജീവിക്കുന്നത് എന്നൊരു പ്രാഗൽഭ്യം നമുക്കുണ്ടാകട്ടെ. എവിടെയെങ്കിലും കുറവുകളോ തെറ്റുകളോ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ തടസ്സമായി ഏതെങ്കിലും അകൃത്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ ഇടയാകട്ടെ, ക്ഷമ പ്രാപിപ്പാൻ ഇടയാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾക്ക് തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ എത്തുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യം പെട്ടെന്ന് തന്നെ ഉടനെ അതിൻ്റെ മറുപടികൾ ദൈവസന്നിധിയിൽ നിന്നും വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. ചിലപ്പോൾ ഇന്നലകളിൽ ചരിത്രങ്ങളിൽ പോലും ഉണ്ടാകാത്ത മറുപടികൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയും. ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയെ വെളിപ്പെടുത്തുവാൻ കഴിയും. അതിന് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കുവാൻ ഇടയായിത്തീരണം. ദൈവസന്നിധിയിൽ നീതിയോടെ നിൽക്കുവാൻ ഇടയായിത്തീരണം. നമുക്ക് ആ പ്രാഗൽഭ്യം ഉണ്ടാകണം. ഞാൻ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെയാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ദൈവസന്നിധിയിൽ നീതിയോടെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊരു പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. ധൂപവർഗത്തിൽ ഒത്തിരി ഘടകങ്ങൾ ഉൾക്കൊണ്ടാണ് ധൂപവർഗം ഉണ്ടാക്കുന്നത്. അതുപോലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് സ്തോത്രം, ആരാധന, സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള ഭക്തി, ഇതൊക്കെ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്നും മറുപടികളെ പ്രാപിപ്പാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കയറി ചെല്ലും. നമ്മുടെ റൂഫുകൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ, 4 ചുവരുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കയറി ചെന്ന മറുപടികൾ വെളിപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾ പ്രാഗൽഭ്യത്തോടുള്ള പ്രാർത്ഥനയായി തീരട്ടെ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് പറയത്തക്ക നിലവാരത്തിൽ, എൻ്റെ യാചന ദൈവസന്നിധിയിൽ എത്തി എന്ന് പറയത്തക്ക നിലവാരത്തിൽ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, ഞാനത് കാണും എന്ന് പറയത്തക്ക നിലവാരത്തിൽ, അങ്ങനെ കാണുമെന്ന് പറയണമെങ്കിൽ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാകണം. ഞാൻ വിശുദ്ധനാണെങ്കിൽ മാത്രമേ ദൈവികമായ മറുപടികൾ കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. അതിന് തീർച്ചയായും മറുപടി ഉണ്ടാകും. കാര്യം, അവൻ പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവഹിതപ്രകാരമാണ്.
അവൻ്റെ ഇഷ്ടപ്രകാരം അവന് പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. അവൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് അവന് പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. ആ വിശുദ്ധൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവഹിത പ്രകാരമാണ്. തീർച്ചയായും ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥനകൾ വിശുദ്ധിയോടെ പ്രാഗൽഭ്യത്തോടെ ഉള്ളതായിരിക്കട്ടെ. ദൈവിക മറുപടികൾ നാം കാണുന്ന പ്രാർത്ഥനകളായി തീരട്ടെ. അങ്ങനെ പ്രാർത്ഥിപ്പാൻ നമ്മൾ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.